നമസ്കാരം. നാടിന്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. മഴക്കാലമാണ്. തീർച്ചയായിട്ടും വലിയ ദുരന്തങ്ങളുടെ ഒരു കാലം കൂടിയാണിത്. സർക്കാർ തലത്തിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒത്തിരി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അതിനുള്ള പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. പാലടിസ്ഥാനത്തിലൊക്കെ അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. പക്ഷെ അതിനേക്കാൾ വലിയ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ്. പൗരന്മാരെന്ന നിലയിൽ നമ്മൾ കാണിക്കേണ്ട സാമൂഹ്യ ഉത്തരവാദിത്വവും മര്യാദകളും നമ്മൾ കാണിക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ ദുരന്തമാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 2 സെന്റേ കാണൂ, ചിലപ്പോൾ 3 സെന്റേ കാണൂ. പക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ള അഴുക്കുകളും മാലിന്യങ്ങളും നിങ്ങൾ അവിടെ തന്നെ സംസ്കരിക്കാനുള്ള ഒരു ശ്രമം നടത്തണം. മാത്രമല്ല, ഇത് റോഡിൽ വലിച്ചെറിയുന്നത് നമ്മൾ അവസാനിപ്പിക്കണം. നമ്മുടെ വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക എന്നുള്ളൊരു പ്രാഥമിക ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും നിറവേറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാട്ടുവട്ടം അത്തരം കാര്യങ്ങളിൽ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, ഒരു സാമൂഹ്യ ഉത്തരവാദിത്വമുണ്ട്. എല്ലാം സർക്കാരിൻ്റെ കാര്യമല്ല, എല്ലാവരുടെയും കാര്യം, നമ്മുടെ കൂടി കാര്യമാണ്. ഈ രോഗാണുക്കൾക്ക് ജാതിയെന്നോ മതമെന്നോ അതിരുകളെന്നോ ഇല്ല, എവിടെയും വരാം. നിങ്ങൾ വലിച്ചെറിയുന്ന മാലിന്യം ചിലപ്പോൾ 1 കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ അവിടെ നിന്നുള്ള രോഗാണുവും നിങ്ങളെ പിടികൂടാം. അതുകൊണ്ട് ഒരു സാമൂഹ്യ പ്രതിബദ്ധത എന്ന ഉത്തരവാദിത്വം നിങ്ങൾ കൂടി ഓരോരുത്തരും നിറവേറ്റും എന്ന പ്രതീക്ഷയോടെ നമുക്ക് നാട്ടുവട്ടം വാർത്തകൾ. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 14,395 രൂപ, പവന് 1,15,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. മികവ് 2026 സംഘടിപ്പിച്ചു. പേരയം ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിൻ്റെ നേതൃത്വത്തിൽ മികവ് 2026 SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ എല്ലാ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. 117 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം വിതരണം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർപേഴ്സൺ ബെൻസി ബെന്നി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ശ്യാം ഉദ്ഘാടനം ചെയ്തു. CDS അംഗം M സരിത സ്വാഗതം പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ ബാൻ പുരസ്കാർ ജേതാവും ഗായകനുമായ ആദിത്യ സുരേഷ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സോണി ബി പള്ളം, പേരയം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് R അജിത് കുമാർ, ദേശാഭിവർദ്ധിനി ഗ്രന്ഥശാല പ്രസിഡന്റ് D സിന്ധുരാജ്, യുവശക്തി ലൈബ്രറി സെക്രട്ടറി K രാജേന്ദ്രൻപിള്ള, ശ്രുതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി JP പ്ലാക്കാട്, കുഞ്ഞികൃഷ്ണപിള്ള, R ശ്രീരാജ്, G ഗോപിലാൽ, R ചെല്ലപ്പൻപിള്ള, T മിനി, ആൻസി എന്നിവർ സംസാരിച്ചു. ജിബിൻ വിൽസൺ. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. അംഗൻവാടികളിൽ പ്രവേശനോത്സവം. പെരിനാട് വെട്ടിലിൽ വയലിത്തറ അംഗൻവാടികളിൽ പ്രവേശനോത്സവം നടന്നു. വാർഡംഗം ഹസീന ഹിഷാം അധ്യക്ഷത വഹിച്ചു. വെട്ടിലിൽ മഹാരാജാസ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ TC ടൈറ്റസും വയലിത്തറയിൽ അരുൺരാജും ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ ലത്തീഫ് സംസാരിച്ചു. കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തു. കിഴക്കേക്കര പഞ്ചായത്ത് തല അംഗൻവാടി പ്രവേശനോത്സവം കൈലാത്തുമുക്ക് അംഗൻവാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ വർഗീസ് നിർവഹിച്ചു. മതിലകം വാർഡ് മെമ്പർ ഷീന വിനോദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മായാദേവി, അജി എബ്രഹാം, ബിനു, അംഗൻവാടി ജീവനക്കാരായ ദീപ, ബിന്ദു എന്നിവർ സംസാരിച്ചു. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from Class 10 and 77 are from +2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future.
Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimuthikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. കാലവർഷത്തിന് മുന്നോടിയായി സമഗ്രമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള ദുരന്ത സാധ്യതകളും മുന്നിൽ കണ്ട് എല്ലാ വകുപ്പുകളും കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർദ്ദേശിച്ചു. കാലവർഷ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ എല്ലാ വകുപ്പുകളും കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. കാലാവസ്ഥാ പ്രവചനങ്ങൾ കൂടുതൽ ശാസ്ത്രീയമാക്കുന്നതിനായി കേന്ദ്ര ഏജൻസികളുമായും കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങളുമായും ഏകോപനം ശക്തമാക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഡാമുകളുടെ സുരക്ഷ, മഴയുടെ ലഭ്യത, നീരൊഴുക്ക് എന്നിവ ശാസ്ത്രീയമായി നിരീക്ഷിക്കണം. കേന്ദ്ര ജല കമ്മീഷനും ഡാം സുരക്ഷാ അതോറിറ്റിയുമായും വകുപ്പുകൾ തുടർച്ചയായി ബന്ധം പുലർത്തണം. അണക്കെട്ടുകളിലെ ജലനിരപ്പ് റൂൾ കാറിന് മുകളിൽ എത്തുന്നില്ലെന്ന് ഉറപ്പാക്കണം. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പട്ടിക തദ്ദേശ സ്വയംഭരണ സ്ഥാപന വില്ലേജ് തലങ്ങളിൽ പുതുക്കണം. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിലെ കുടുംബങ്ങളിലെയും അതിഥി തൊഴിലാളികളുടെയും വിവരശേഖരണം നടത്തി മുന്നറിയിപ്പ് സമയബന്ധിതമായി എത്തിക്കുന്ന സംവിധാനം ഒരുക്കണം. മഴക്കാലപൂർവ്വ ശുചീകരണം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അടിയന്തരമായി പൂർത്തിയാക്കണം. ഓടകൾ, കൈത്തോടുകൾ, കനാലുകൾ എന്നിവയിലെ തടസ്സങ്ങൾ നീക്കുകയും മാലിന്യ നിർമ്മാർജ്ജനം വേഗത്തിലാക്കുകയും വേണം. കൊതുക് നശീകരണ പ്രവർത്തനങ്ങളും ശക്തമാക്കണം. ദുരിതാശ്വാസ ക്യാമ്പുകളായി ഉപയോഗിക്കുന്ന കെട്ടിടത്തിൻ്റെ ശുചിമുറി, വൈദ്യുതി, ലൈറ്റ്, ഫാൻ, അടുക്കള എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണം. ക്യാമ്പ് കേന്ദ്രങ്ങളിലെ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സ്കൂളുകളുടെ സുരക്ഷ പരിശോധിച്ച് ചുറ്റുമതിൽ, മേൽക്കൂര, സമീപത്തെ മരങ്ങൾ എന്നിവ അപകടസ്ഥിതിയിലല്ലെന്ന് ഉറപ്പാക്കണം. ആരോഗ്യമേഖലയിൽ ആവശ്യമായ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കണം. പാമ്പുകടിക്കുള്ള ചികിത്സാ സംവിധാനങ്ങൾ സജ്ജമാക്കണമെന്നും ആൻറ്റിവെനം ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തണം. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണം. പ്രാദേശിക അറിവുകളും ശാസ്ത്രീയ വിവരങ്ങളും സംയോജിപ്പിച്ച് ദുരന്ത സാധ്യതകൾ തിരിച്ചറിയണം. മഴഭാവനികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ അവബോധം സൃഷ്ടിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വാർഡ് തലം മുതൽ സംസ്ഥാന തലം വരെ എല്ലാ വകുപ്പുകളും ഏജൻസികളും ഏകോപിതമായി പ്രവർത്തിക്കണം. സംസ്ഥാന തലത്തിൽ ചീഫ് സെക്രട്ടറിയും ജില്ലാ തലത്തിൽ കളക്ടർമാരും പ്രവർത്തനങ്ങളുടെ ഏകോപനം ഉറപ്പാക്കണമെന്നും യോഗത്തിൽ തീരുമാനമായി. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല, ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ, റവന്യൂ വകുപ്പ് മന്ത്രി എ.പി. അനിൽകുമാർ, ചീഫ് സെക്രട്ടറി ഡോക്ടർ എ. ജയതിലക്, വകുപ്പ് സെക്രട്ടറിമാർ, ജില്ലാ കളക്ടർമാർ, വിവിധ സേനാ പ്രതിനിധികൾ, കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്, ജിയോഗ്രാഫിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ് പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MVG CBN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447119980. ഹ്രസ്വചിത്രം റിലീസ്. ലൈല ക്രിയേഷൻസിൻ്റെ 30ാമത്തെ ഹ്രസ്വചിത്രം എന്തിനു വൃഥ ഞായറാഴ്ച രാവിലെ 10-ന് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാലുവിൻ യൂട്യൂബിൽ റിലീസ് ചെയ്യും. LT ധർമ്മ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള സിനിമ രാവിലെ 10 മണി മുതൽ യൂട്യൂബിൽ ലഭിച്ചു തുടങ്ങും. ലോഗോസ് വാർഷികം. കുരിപ്പള്ളി ലോഗോസ് അക്കാദമി 33ാം വാർഷികം ഞായറാഴ്ച വൈകിട്ട് 4-ന് മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. പൂർവ്വ വിദ്യാർത്ഥി സംഗമം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. ലോഗോസ് ഡയറക്ടർ കുരിപ്പള്ളി സലീം അധ്യക്ഷത വഹിക്കും. മാർക്കറ്റ് ലേലം. പേരയം ഗ്രാമപഞ്ചായത്ത്, പടപ്പക്കര, പേരയം മാർക്കറ്റുകളിലെ മാട്ടിറച്ചി വ്യാപാരത്തിനുള്ള ലേലവും
പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒഴിവായി കിടക്കുന്ന കടമുറികളുടെ വാടക അവകാശം എന്നിവയുടെ ലേലവും ജൂൺ 5 പകൽ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കും. വിശദ വിവരങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടണം. സ്കൂൾ കിറ്റ് വിതരണം. കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ റീച്ച് വേൾഡ് വൈഡിൻ്റെ സൗജന്യ പഠനോപകരണ വിതരണം ഞായറാഴ്ച രാവിലെ 11:30 ആറുമ്പർക്കട മേലതിൽ ഓഡിറ്റോറിയത്തിൽ മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. TS പൗലോസ് അധ്യക്ഷത വഹിക്കും. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ വളരെ സന്തോഷത്തോടെ പറയട്ടെ, ഒരു മാസം ഒരു ഹ്രസ്വചിത്രം എന്ന ലക്ഷ്യവുമായി 2.5 വർഷം മുമ്പ് ലൈല ക്രിയേഷൻസ് ആരംഭിച്ച യാത്ര നിരവധി പേരുടെ, പ്രത്യേകിച്ച് വിരലിലെണ്ണാവുന്ന കുറച്ചു പേരുടെ അകയ്യതമായ സഹകരണവും സ്നേഹവും കൊണ്ട് ഞങ്ങൾക്ക് അത് 30 മാസം മുടക്കം കൂടാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ലൈല ക്രിയേഷൻസിന്റെ 30ാമത്തെ സിനിമ നാളെ രാവിലെ 10 മണിക്ക് യൂട്യൂബിൽ അത് റിലീസ് ചെയ്യും. നിങ്ങൾ ഓരോരുത്തരും ആ സിനിമ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. എന്തിന് വൃഥ എന്ന ഈ സിനിമ ഇന്ന് നമ്മൾ നേരിടുന്ന, നമ്മുടെ കുട്ടികൾ നേരിടുന്ന വലിയ ഭയത്തിൻ്റെ, വലിയ ഭീകരതയുടെ ഒരു ചിത്രമാണ് വരച്ചു കാണിക്കുന്നത്. 5.5 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമ നിങ്ങൾ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ഒപ്പം നിങ്ങൾ ഈ നാട്ടുവട്ടം ചാനലും ലൈല അവർ ലവ് എന്ന ചാനലും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ 10 മണിക്ക് യൂട്യൂബിൽ സിനിമ വരുമ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കയറി, ആ ചാനലിൽ കയറി ആ സിനിമ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.